വിശദമായ വാർത്തയിലേക്ക്. കായംകുളം MSM കോളേജിൽ M.Com പ്രവേശനത്തിന് വ്യാജ ഡിഗ്രി സമർപ്പിച്ച സംഭവത്തിൽ നിലപാട് കടുപ്പിച്ച് കേരള സർവകലാശാല. പ്രിൻസിപ്പലിനും വീഴ്ച പറ്റിയതായും 5 മണിക്ക് മുൻപ് വിശദീകരണം നൽകണമെന്നും കേരള VC മോഹനൻ കുന്നുമ്മൽ ആവശ്യപ്പെട്ടു. യൂണിവേഴ്സിറ്റിയുടെ നിലവിലുള്ള നിയമം, നമ്മുടെ പ്രോസ്പെക്ടസിൽ പറയുന്ന അച്ചടിച്ചു വെച്ച വാക്ക്, അത് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് പേഴ്സണലി കൺഫേംഡ് ആണ് എന്ന് പറയേണ്ടത് പ്രിൻസിപ്പലാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ സകല അഡ്മിഷനും നടക്കുന്നത്. തീർച്ചയായിട്ടും അവർ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് അതിന് ഉത്തരവാദികളാണ്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി ഉള്ള എല്ലാ അഡ്മിഷനുകളും അതിന്റെ രേഖകൾ ഇവിടെ അയക്കുമ്പോൾ പ്രിൻസിപ്പൽ ഐ ഹാവ് പേഴ്സണലി വെരിഫൈഡ് ആൻഡ് കൺഫേംഡ് എന്ന് ഒപ്പിട്ട് തരണം. ചെയ്യണമെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ തരണമെന്നുള്ളൊരു വാക്ക് അതിനകത്തില്ല. അണ്ടർസ്റ്റുഡ് ആണ്. പക്ഷേ ഇപ്പൊ അണ്ടർസ്റ്റുഡ് അല്ല, രേഖയാണ്. അങ്ങനെ എഴുതി തരണം. ഏതെങ്കിലും കുട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ആദ്യം അകത്തു പോകും. ഇന്ന് വൈകുന്നേരത്തിനകം അവർ വിശദീകരണം നൽകണം. നൽകിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് യൂണിവേഴ്സിറ്റിക്ക് അറിയാം. ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്താൽ അതിശക്തമായ നടപടിയെടുക്കും. ഇത് താക്കീതാണ്. ഇത് ഞാൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ താക്കീതാണ്. കേസെടുത്തതിന് പിന്നാലെ SFI നേതാവായിരുന്ന നിഖിൽ തോമസ് ഒളിവിൽ പോയി. അന്വേഷണത്തിനായി പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. നിഖിലിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അതിനിടെ നിഖിൽ തോമസിന് കായംകുളം കോളേജിൽ പ്രവേശനം നൽകാൻ ഇടപെട്ടുവെന്ന് ആരോപണം നേരിടുന്ന CPM നേതാവും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായ ബാബുജാൻ വിശദീകരണവുമായി രംഗത്തെത്തി. താൻ ഇടപെട്ടിട്ടില്ലെന്നും ഒന്നും മറച്ചുവെക്കാനില്ലെന്നുമാണ് ബാബുജാന്റെ പ്രതികരണം. വിവരങ്ങൾ സർവകലാശാലയിൽ നിന്നും കൂടി മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ശേഖരിച്ച് ഞാൻ നിങ്ങളോട് പ്രതികരിക്കാം. ഞാൻ പറയാം, അതെല്ലാം ചേർത്ത് പറയാം. ഒന്നും ചെയ്യാൻ പരിചയപ്പെടുത്താം. രാഷ്ട്രീയ ആരോപണമായിട്ട് തോന്നുന്നുണ്ടോ? ഇത് ഞാൻ പറഞ്ഞില്ലയോ, ഇതിനെക്കുറിച്ചുള്ള എന്റെ പ്രതികരണം ഞാൻ നിങ്ങളോട് വസ്തുതാപരമായി പറയാം. അതിന്റെ വിവരങ്ങൾ കൂടെ എടുത്തുകൊണ്ട് ഞാൻ പറയാം. സർവകലാശാലയിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ടോ? വിവരങ്ങൾ എടുക്കുകയാണെന്ന് ഞാൻ വിവരം എടുത്ത് ഞാൻ പറയാം. അതേസമയം വിവാദത്തിൽ കൂടുതൽ പ്രതികരണത്തിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു തയ്യാറായില്ല. KSU സംസ്ഥാന കൺവീനറും വ്യാജ സർട്ടിഫിക്കറ്റ് കുരുക്കിൽ. സംസ്ഥാന കൺവീനർ അൻസിൽ ജലീലിന്റെ സർട്ടിഫിക്കറ്റ് വ്യാജമെന്നും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട കേരള സർവകലാശാല പോലീസിൽ പരാതി നൽകി. സർട്ടിഫിക്കറ്റുമായി ബന്ധമില്ലെന്ന് അൻസിൽ ജലീൽ പ്രതികരിച്ചു. ഒന്നിനു പുറകെ ഒന്നായി ഉയർന്നുവരുന്ന വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ ഏറ്റവും ഒടുവിൽ KSU സംസ്ഥാന കൺവീനർ അൻസിൽ ജലീലിന്റെ പേരും. അൻസിലിന്റെ ബിരുദ സർട്ടിഫിക്കറ്റിന്റെ രജിസ്റ്റർ നമ്പരും ഒപ്പും സീലും വ്യാജമെന്നാണ് സർവകലാശാല വ്യക്തമാക്കുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ തുടർച്ചയായി പ്രതിരോധത്തിലാകുന്ന കേരള സർവകലാശാല ഈ വിഷയത്തിലും പോലീസിനെ സമീപിച്ചു. നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് വന്നിട്ട് അതിനകത്ത് എഴുതി ഇത് വ്യാജമാണ് എന്ന്. അപ്പൊ ഞങ്ങളത് പരിശോധിച്ചപ്പോൾ അത് വ്യാജമാണ്. അപ്പോൾ വ്യാജമായ ഒരു സർട്ടിഫിക്കറ്റ് പത്രത്തിൽ അച്ചടിച്ച് വരുമ്പോൾ അത് ഏറ്റവും അധികം ഡാമേജ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയാണ്. NIRF റാങ്കിംഗ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റിയാണ് അറ്റ് സ്റ്റേക്ക്. അപ്പോൾ നമ്മൾ പോലീസിനോട് പറഞ്ഞു, ഇങ്ങനൊരു കാര്യം വന്നിട്ടുണ്ട്, ഇത് നിങ്ങൾ അന്വേഷിക്കണം. ഇത് ആ കുട്ടി ഉണ്ടാക്കിയതാണോ വേറെ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ ഞങ്ങൾക്കറിയില്ല. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ ഇമേജ് ഡാമേജ്ഡ് ആണ്. സർട്ടിഫിക്കറ്റ് തന്റേതല്ലെന്നും വിധിയോ നിഖിലോ ചെയ്തതുപോലെ താൻ ഒളിവിൽ പോയിട്ടില്ലെന്നും അൻസിൽ News 18നോട് പ്രതികരിച്ചു. ഞാൻ ഈ സർട്ടിഫിക്കറ്റായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഈ സർട്ടിഫിക്കറ്റ് വെച്ച് ഞാൻ എവിടെയും ഒന്നിനും ചെയ്തിട്ടില്ല. എന്തെങ്കിലും തെളിവുണ്ടേ കൊണ്ടുവരൂ. ഇന്ന് കേരളം ഭരിക്കുന്നവരാ? ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരുമാണ്. പിണറായി വിജയന്റെ എല്ലാ സംവിധാനവും 100-110 വർക്ക് ചെയ്യുന്ന ഈ കാലത്ത്, ഈ സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? എനിക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ വിദ്യ ചെയ്ത പോലെ, ഇല്ലെങ്കിൽ കായംകുളത്തെ SFI നേതാവ് ചെയ്ത പോലെ ഞാൻ ഒളിവിൽ പോയിട്ടില്ല. ഞാൻ ഈ ചാനലുകളുടെ മുന്നിൽ ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ വെച്ച്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയാം ഇത് രാഷ്ട്രീയമാണ്. അൻസിൽ ജലീലിന്റെ പേരിൽ പ്രചരിക്കുന്ന സർട്ടിഫിക്കറ്റ് വ്യാജമെന്നും ദേശാഭിമാനിക്ക് എവിടെ നിന്ന് ആ സർട്ടിഫിക്കറ്റ് ലഭിച്ചുവെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. ദേശാഭിമാനി പത്രത്തിലാണ് ആദ്യമായി അൻസിൽ ജലീലിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് പ്രത്യക്ഷപ്പെടുന്നത്. KSUവിനും പറയാനുള്ളത് അൻസിൽ ജലീലിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സർട്ടിഫിക്കറ്റ് വ്യാജമാണ്. ഇതിൽ വ്യക്തമാക്കേണ്ടത് ദേശാഭിമാനിയാണ് വ്യക്തമാക്കേണ്ടത്. വേർ ഈസ് എ പോയിന്റ് ഓഫ് ഒറിജിൻ? ഈ സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് വന്നു? എവിടെ നിന്നാണ് ദേശാഭിമാനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? സർട്ടിഫിക്കറ്റിന്റെ ഉറവിടം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് അൻസിൽ ജലീലും പോലീസിനെ സമീപിച്ചു. News 18 തിരുവനന്തപുരം. എറണാകുളത്ത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഭൂരഹിതരായ കർഷകർക്ക് കൃഷിഭൂമി കൊടുക്കുന്ന 2 സർക്കാർ പദ്ധതികളും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് തട്ടിയെടുത്തതായി പരാതി.
സർക്കാരിന്റെ 2 പദ്ധതികളും ഒരേ വീട്ടിലേക്ക് എത്തിക്കുകയും നിയമവിരുദ്ധമായി ക്രയവിക്രയം ചെയ്യുകയും ചെയ്തു. പട്ടികജാതി ക്ഷേമ സമിതി ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ മെമ്പറും കോൺഗ്രസ് നേതാവുമായ കെ സുകുമാരനും ഭാര്യയ്ക്കുമെതിരെയാണ് ആരോപണം. വിവരാവകാശ രേഖകളിലും ഈ ആരോപണം ശരിവെക്കുന്നുണ്ട്. 97-98 വർഷത്തെ കേരള സർക്കാരിന്റെ പ്രത്യേക ഘടക പദ്ധതി പ്രകാരം കടമക്കുടി കൃഷിഭവൻ വഴി അനുവദിച്ച പദ്ധതിയുടെ കടമക്കുടി ഗ്രാമപഞ്ചായത്തിലെ ഏക ഗുണഭോക്താവ് കെ സുകുമാരന്റെ ഭാര്യ സുമയാണ്. ഈ സർക്കാർ പദ്ധതി പ്രകാരം കിട്ടിയ 15 സെന്റ് കൃഷിഭൂമി 2003 നിയമവിരുദ്ധമായി സ്വന്തം സഹോദരി അല്ലിക്ക് വിൽപ്പന നടത്തുകയും പിന്നീട് 4 സെന്റ് തിരികെ വാങ്ങുകയും ചെയ്തു. ഇതുകൂടാതെ മറ്റൊരു സർക്കാർ പദ്ധതി പ്രകാരം കെ സുകുമാരൻ സ്വന്തമാക്കിയത് 82 സെന്റ് കൃഷിഭൂമിയാണ്. ജില്ലാ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വഴി അനുവദിക്കുന്ന ഈ വായ്പാ പദ്ധതിയുടെ 2004 എറണാകുളം ജില്ലയിലെ ഏക ഗുണഭോക്താവും സുകുമാരൻ തന്നെയാണ്. 50,000 രൂപ സബ്സിഡി കിട്ടുന്നതും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കൃഷിഭൂമിക്ക് ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കി കൊടുത്തിട്ടുള്ളതുമാണ്. ഒരു സർക്കാർ പദ്ധതിയിൽ കൃഷിഭൂമി കിട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വീട്ടിലെ ഭാര്യയ്ക്കും ഭർത്താവിനും 2 സർക്കാർ പദ്ധതികൾ അനുവദിച്ചു കൊടുക്കില്ലെന്ന് ജില്ലാ പട്ടികജാതി വികസന ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിൽ പറയുന്നുണ്ട്. ഈ വിവരം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ അനുവദിച്ച 1,45,550 രൂപയിൽ നിന്നും 2,050 രൂപ കൂടുതലായി കാണിച്ചുകൊണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചിരിക്കുന്നത്. എന്നാൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതാണെന്ന് ആധാരത്തിൽ തന്നെ പറയുന്നു. കടമക്കുടി വില്ലേജിൽ റീസർവേ നമ്പറിൽ ഉൾപ്പെട്ട ഈ വസ്തുവകകൾ പഴയ സർവേ നമ്പറിൽ ഉൾപ്പെടുത്തിയാണ് രജിസ്റ്റർ ചെയ്തത്. നിയമപ്രകാരം റീസർവേ നടന്നു കഴിഞ്ഞാൽ ഒരാധാരവും പഴയ സർവേ നമ്പറിൽപ്പെടുത്തി രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. ഇതും കേരള സർവേ അതിരടയാള നിയമ ലംഘനമാണ്. 2001 റീസർവേ നടപ്പാക്കിയ വില്ലേജാണ് കടമക്കുടി. എന്നാൽ നിയമാനുസൃതമായാണ് തനിക്ക് പദ്ധതികൾ ലഭിച്ചതെന്നും ഇതിന് ആവശ്യമായ രേഖകൾ കൈവശമുണ്ടെന്നുമാണ് കെ സുകുമാരന്റെ വാദം. ന്യൂസ് 18 കൊച്ചി. ഇടവേള. ലേഡീസ് ബാൻഡിൽ ഇനി അതിഥി. നമുക്കറിയാം ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് യോഗാചാര്യൻ LB സുരേഷ് മേനോനാണ്. അദ്ദേഹം വർഷങ്ങളായി 35 വർഷത്തിലധികമായി ഈ രംഗത്ത് നിൽക്കുന്നയാളാണ്. ഒപ്പം നാഷണൽ യോഗ ചാമ്പ്യനാണ്. സ്വാഗതം ലേഡീസ് ബാൻഡിലേക്ക്. സർ, നമ്മളിപ്പോൾ ഈ യോഗാ ദിനം, ഇത്തവണത്തെ യോഗാ ദിനത്തിന്റെ ഒരു സന്ദേശം അതെങ്ങനെയാണ്? പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കാലത്ത് സ്ത്രീകളെന്ന് മാത്രമല്ല എല്ലാവരും യോഗയിലേക്കൊക്കെ തിരിയുന്നുണ്ട്. ആരോഗ്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് വിചാരിക്കുന്നു. അവർ അതിന് കൂടുതൽ സമയം കണ്ടെത്തുന്നു. എന്താണ് ഒരു ആമുഖം എന്ന വണ്ണം താങ്കൾക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്? സ്ത്രീകളിപ്പോൾ വളരെയധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയമാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറേയധികം വെല്ലുവിളികളുണ്ട്. തിരക്ക് പിടിച്ച ജീവിതം, സ്വന്തം ശരീരം പലപ്പോഴും നോക്കാൻ സമയം കിട്ടാത്തൊരവസ്ഥ, ഇപ്പോഴത്തെ പുതിയ ലൈഫ് സ്റ്റൈല്, ഇതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ശരിയായ രീതിയിലൊരു യോഗ പരിശീലനവും കൂടി ഇതിനുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പല പല പ്രശ്നങ്ങൾക്കും ഒരു നല്ലൊരു പ്രതിവിധിയും കൂടിയാണ് ഈ യോഗ പരിശീലനം. അപ്പോൾ ഇപ്പോൾ പൊതുവേ കാണുന്ന ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ എന്താ വെച്ചാൽ ഇപ്പോൾ വളരെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. PCOD, ഹോർമോൺ ഇംബാലൻസ്, ബാക്ക് പെയിൻ, ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ തീർച്ചയായിട്ടും യോഗ നല്ലൊരു പ്രതിവിധി തന്നെയാണ്. യോഗ ചെയ്യുമ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 3 ഡയമെൻഷൻ ഗുണം കിട്ടുന്ന ഒരു വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സംഗതി കൂടിയാണ് യോഗ. ഇതിൻ്റെ പ്രസക്തി വളരെയധികം കൂടിയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു 170-ൽ പരം രാജ്യങ്ങളിൽ പോലും ഇത് വളരെയധികം നല്ലതായിട്ട് കൈനീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. എല്ലാ കൺട്രീസിലും ഇപ്പോൾ ഇന്ന് വേൾഡ് യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭാരതീയമായിട്ടുള്ള ഈ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ജീവിത രീതി എന്താണോ അത് ലോകം പോലും അത് മനസ്സിലാക്കി. അപ്പോൾ നമ്മുടെ ഭാരതീയമായിട്ടുള്ള ഈ ഒരു ഇത്രയധികം മൂല്യവത്തായിട്ടുള്ള ഒരു കാര്യം ഇവിടെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ സന്ദേശത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതെ, മാനസിക സംഘർഷം കുറയ്ക്കാൻ യോഗ എന്ന് പറയുമ്പോൾ ഒരു ഉയർന്നു വരാവുന്ന ഒരു ചോദ്യം, ഈ മാനസിക സംഘർഷം എല്ലാവർക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉണ്ടാകാറുണ്ട്.
അത് ചിലപ്പോൾ ചിലർക്ക് കുറവായിരിക്കും, ചിലർക്ക് കൂടുതലായിരിക്കാം, അങ്ങനെയുള്ളൂ. പക്ഷെ എന്തായാലും എല്ലാവരും അതിലൂടെ കടന്നു പോകുന്നവരാണ്. ഈ മാനസിക സംഘർഷവും യോഗയും തമ്മിൽ എങ്ങനെയാണ് സർ, അത് എങ്ങനെയാണ് മാറ്റുക, എന്തൊക്കെയാണ് അതിന് ചെയ്യാൻ കഴിയുക? ഓക്കെ, ഇത് സാധാരണ ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഈ മാനസിക സംഘർഷം ഒരിക്കലും നമുക്ക് കുറയ്ക്കാൻ, അതായത് വന്നുകൊണ്ടേയിരിക്കും. ഇറ്റ്സ് ലൈക്ക് വേവ്സ്, വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ തിരമാലകളെ നമുക്ക് നിർത്താൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ഇത് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മളിതെങ്ങനെ ഇത് ഫേസ് ചെയ്യുന്നു, ഒന്ന്, ഇത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും വരുന്ന ഇമ്പാക്റ്റ് എന്താണോ അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് യോഗ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡിലുണ്ടാകുന്ന കുറേ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ സ്ട്രെസ് ലെവൽ, ചിലർക്ക് എത്ര സ്ട്രെസ് എടുത്താലും നമുക്കത് അവർക്കൊരു കുഴപ്പമില്ല. വർക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, 24 hours സ്ട്രെസ് എടുത്താലും ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരുണ്ട്. ദാറ്റ് ഈസ് ദെയർ ആറ്റിറ്റ്യൂഡ്. പക്ഷേ അങ്ങനെയല്ല, ഇപ്പോൾ പലപ്പോഴും ജീവിക്കാൻ വേണ്ടി പല രീതിയിലുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ വിചാരിച്ചതിലും വളരെ കൂടുതലായിട്ട് അവർ സ്ട്രെസ് എടുക്കുന്നു. ആ സ്ട്രെസ്സും വീട്ടിലെ ഫാമിലി സ്ട്രെസ്സും എല്ലാം കൂടി കൂടുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് ചില സമയത്ത് താളം തെറ്റുന്നു. ഇപ്പം നമ്മുടെ അവിടെ തന്നെ പലരും കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടൊക്കെ വരാറുണ്ട്, പലപ്പോഴും യോഗയെക്കുറിച്ചുള്ള അഡ്വൈസിന് വേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഡിപ്രഷൻ ലെവൽ വളരെയധികം ലേഡീസിൻ്റെ ഇടയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡിപ്രഷൻ കേസുകൾ, അതിനുവേണ്ടി സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കേസുകളുണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണുന്ന ട്രീറ്റ്മെൻറ്റിനുള്ള കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഇതാണ്, ഒരു പരിധി കൂടുതൽ ഈ സ്ട്രെസ് കൂടിയിട്ട് ഇറ്റ്സ് ലൈക്ക് എ വേൾപൂൾ, ഒരു ചുഴിയിൽ അകപ്പെട്ട ഒരവസ്ഥയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണിപ്പോൾ. അപ്പോൾ ഇതിന് നമ്മൾ യോഗ എന്ന് വെച്ചാൽ നല്ലൊരു വഴികാട്ടിയാണ്. അപ്പോൾ ശരിയായ രീതിയിൽ യോഗ പരിശീലിക്കുന്നു, ഡീസ്ട്രെസ് ചെയ്യാനുള്ള ടെക്നിക്സ് പഠിക്കുന്നു. ജീവിതത്തിൽ ആ യോഗ തന്നെ രാവിലെ തൊട്ട്, രാവിലെ 1 മണിക്കൂർ യോഗ ചെയ്തുകൊണ്ട് മാത്രം ഒരാളുടെ സ്ട്രെസ് ലെവൽ കുറയണമെന്നില്ല. പക്ഷേ ആ യോഗയിലുള്ള സ്ട്രെസ് കൺട്രോളിങ് ടെക്നിക്സ് എന്താണോ അതൊരു നല്ലൊരു ടൂളായിട്ട് നമ്മൾ മാറ്റിയിട്ട് ഒരു 24 hours നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇത് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാമെന്നുള്ള ടെക്നിക്സാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. അപ്പോൾ യോഗാചാര്യന്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. 1 മണിക്കൂർ യോഗ കൊണ്ട് കാര്യം എല്ലാം ഫലം ഉണ്ടാവണമെന്നില്ല. അത് നിത്യജീവിതത്തിൽ പല സമയങ്ങളായിട്ട് യോഗയുടെ ആ ഒരു ഗുണം കിട്ടുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം. അതെ, താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, സമയം നമുക്കൊന്നുമില്ല എന്ന് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്. സമയമില്ല. ഈ യോഗ ചെയ്യുമ്പോൾ താങ്കൾ പറഞ്ഞ പോലെ യോഗയ്ക്ക് വേണ്ടി 1 മണിക്കൂർ മാറ്റിവെക്കുന്ന ആ 1 മണിക്കൂർ മാത്രമല്ലാതെ ഒരു ദിവസം എപ്പോഴൊക്കെ നമുക്ക് യോഗ അഭ്യസിക്കാം, അല്ലെങ്കിൽ യോഗ ചെയ്യാം, യോഗ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. പ്രത്യേകിച്ച് ഈ പറഞ്ഞ സ്ട്രെസ് നമുക്ക് ചിലപ്പോൾ വരുന്നത് ഓഫീസിൽ വെച്ചിട്ടാകാം, ഓഫീസിലെ ജോലിക്കിടയിലാകാം. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ടിപ്സ്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? നമുക്ക് ചെയ്യാൻ കഴിയുമോ അങ്ങനെ യോഗ? തീർച്ചയായിട്ടും. അതിപ്പോൾ ഡെസ്ക്ടോപ്പ് യോഗ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പുതിയൊരു സംഗതി തന്നെ എമർജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ രാവിലെ 1 മണിക്കൂർ യോഗ എപ്പോഴും ചെയ്യാൻ സാധിക്കണമെന്നില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് വെച്ചാൽ മോർണിംഗ് ആണ്. ആ സമയത്തൊരു പ്രത്യേക ഗുണമെന്ന് വെച്ചാൽ രാവിലെ ഉറങ്ങി എഴുന്നിട്ട് മനസ്സും ശരീരവും വളരെയധികം ഫ്രഷാണ്. ഏറ്റവും നല്ല മെസ്സേജുകളൊക്കെ മനസ്സിലേക്ക് ഇടാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം. അതുകൊണ്ടാണ് ആ സമയത്ത് പ്രാർത്ഥന, മെഡിറ്റേഷനൊക്കെ ചെയ്താൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഫലം കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ഡിസ്റ്റർബൻസ് കുറവാണ്. നമ്മുടേതായ മാത്രമായിട്ടുള്ളൊരു സമയമാണ് വെളുപ്പിനെന്ന് പറയുന്നത്. അതിരാവിലെ വെച്ചാൽ വേറെ യാതൊരു ഡിസ്റ്റർബൻസ് ഇല്ല, നമുക്ക് നമ്മുടേതായ ഒരു സമയം കണ്ടെത്താൻ പറ്റും. ഒരു ഫുൾ ഡെഡിക്കേഷൻ നമുക്ക് ആ സമയത്ത് സാധിക്കും. അപ്പോൾ രാവിലെ യോഗ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അത് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറെങ്കിലും ചെയ്യാൻ പറ്റും നോക്കുക. എപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ആസനാസൊക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ ഒരു കംപ്ലീറ്റ് റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്സ് കിട്ടുന്ന ആസനാസ് നമ്മുടെ പ്രാക്ടീസിൽ ഉൾപ്പെടുത്തുക. ഫോർവേഡ് ബെൻഡിങ്, ബാക്ക് ബെൻഡിങ്, ട്വിസ്റ്റിങ്, ഇൻവേർട്ടഡ് ആസനാസ്, അതിൻ്റെ ഒപ്പം തന്നെ ലഘുവായിട്ടുള്ള പ്രാണായാമം, ചെറിയ രീതിയിലുള്ള മെഡിറ്റേഷൻ, ഇതെല്ലാം ആവുമ്പോൾ നമുക്കൊരു 1/2 hour to 45 minutes നമുക്കുള്ള ആവശ്യത്തിനുള്ള ഒരു വ്യായാമം രാവിലെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്കുണ്ടാവുന്ന ഈ പറഞ്ഞ പോലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ വരുന്ന സ്ട്രെസ് എന്താണോ, ഇപ്പോൾ ഡ്യൂറിങ് ദ ഓഫീസ് അവേഴ്സ്, ഇപ്പോൾ ബാങ്കിങ് സെക്ടറിലൊക്കെ പലപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കാണുന്ന അവരുടേതായ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം എന്ന് വെച്ചാൽ, ബാങ്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പലപ്പോഴും ഈവൻ യൂറിൻ പാസ് ചെയ്യാൻ പോലും മറന്നു പോകുന്നൊരു സ്റ്റേജുണ്ട്, അത്രയധികം ഫുൾ അതിൽ ഇൻവോൾവ് ആയിട്ട്. അപ്പോൾ ഒരേ ഇരിപ്പ് ഇരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് സ്പൈനിന് കുറേ പ്രശ്നങ്ങളുണ്ടാവും, പോസ്ചറൽ ഡിഫക്റ്റ് ഉണ്ടാവും. ഒരിരിപ്പ് ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, എഴുന്നേറ്റ് നടക്കുക ഇടയ്ക്ക്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സിമ്പിളായിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുന്നതും നല്ലതാണ്.
അതായത് ഇരുന്നുകൊണ്ട് ചെയറിലിരുന്നും വേണമെങ്കിൽ വെറുതെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. 2 കൈയും മുകളിലേക്ക് പൊക്കി ബോഡി നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക. ഇടയ്ക്ക് ഒരു 5 പ്രാവശ്യം ഡീപ് ബ്രീത്ത് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ മെല്ലെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒന്ന് മെല്ലെ ആം ചെയറിലേക്ക് ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യണം, നല്ലതാണ്. അതുപോലെ ലെഫ്റ്റും റൈറ്റും തല മാത്രം ഒന്ന് ലെഫ്റ്റും റൈറ്റും ഒന്ന് തിരിക്കുന്നു. ഇടയ്ക്ക് അപ്പ് ആൻഡ് ഡൗൺ ഒന്ന് വെറുതെ സ്ട്രെച്ച് ചെയ്ത് നോക്കുക. ഇതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ കോൺഷ്യസ്ലി നമ്മൾ ബ്രീത്ത് എടുക്കാനും വിടാനും ഒന്ന് ശ്രമിക്കുക. അതായത് അറ്റ്ലീസ്റ്റ് 5 times in 1 hour കോൺഷ്യസ് ആയിട്ട് നമ്മൾ ബ്രീത്ത് ലോങ് ആയിട്ട് എടുക്കുക, വിടുക. അപ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ഫ്രഷ്നെസ് ലെവൽ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. ആ ഒരു മണിക്കൂർ വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു സ്ട്രെസ്സ് വളരെ പെട്ടെന്ന് നമുക്കൊരു ഫ്രഷ്നെസ് ലെവൽ നമുക്ക് കൂടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അതൊക്കെ നമുക്ക് ഡെയിലി ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈവൺ ഇൻ ദ ഓഫീസ് അവേഴ്സ് യു ക്യാൻ ഡു ദീസ് കൈൻഡ്സ് ഓഫ് സ്ട്രെച്ചിങ് എക്സസൈസ്. അതെ, എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് ബ്രീത്തിങ് എക്സസൈസ്. താങ്കൾ പറഞ്ഞത് അതിലൊരുപാട് സംശയങ്ങൾ ഉണ്ടാകുമല്ലോ. ബ്രീത്തിങ് എക്സസൈസിൽ എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യേണ്ടത്? ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ദീർഘമായിട്ടൊരു ശ്വാസം എടുക്കുക എന്ന് പറയുമ്പോൾ ആ ശ്വാസോച്ഛ്വാസം എങ്ങനെ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാകും. അതിനെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ? ഒരുപാട് പേർ ചോദിക്കുന്ന, ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്ന എക്സസൈസ് ആണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതായത് ഈ ബ്രീത്ത് എന്ന് വെച്ചാൽ അത്ര നിസ്സാര കാര്യമല്ല. നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയും ശ്വാസത്തിൻ്റെ താളവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അതായത് ദ ബ്രീത്ത് ഈസ് കോൾഡ് ടു ബി എ കീ ടു കൺട്രോൾ ദ മൈൻഡ്. ഇറ്റ് ഈസ് എ ലിങ്ക് ബിറ്റ്വീൻ ബോഡി ആൻഡ് മൈൻഡ്. അപ്പോൾ ശ്വാസത്തിൻ്റെ താളം എന്താണോ ആ താളത്തിനെ മെല്ലെ ഒരു പ്രത്യേക തലത്തിൽ നമ്മൾ എത്തിക്കുന്നു. നമ്മളതിനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ തന്നെ വി ക്യാൻ ഓൾവേസ് ബി കാം ആൻഡ് ക്വൈറ്റ്. അപ്പോൾ ലോങ് ഡീപ് ബ്രീത്ത് എടുക്കുന്ന സമയങ്ങളിൽ എപ്പോഴും മനസ്സ് കാം ആൻഡ് ക്വൈറ്റ് ആയിരിക്കും. ശ്വാസം ഇറഗുലർ ആയിട്ടുള്ള റിതമിൽ പോയിക്കൊണ്ടിരിക്കുന്നു, ദാറ്റ് മീൻസ് യു ആർ മെൻ്റലി ഡിസ്റ്റർബ്ഡ്, യു ആർ നോട്ട് ഇൻ യുവർ കൺട്രോൾ. അപ്പോൾ ആ ശ്വാസത്തിൻ്റെ ആ ഒരു താളം നിയന്ത്രിക്കുന്നതിലൂടെ മനസ്സിൻ്റെ താളത്തിനെയും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ള. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ സാവധാനം ശ്വാസം എടുക്കുന്നു, ലോങ് ഡീപ് ബ്രീത്ത് എടുക്കുന്നു, വളരെ സാവധാനം തന്നെ ശ്വാസം വിടുന്നു. ഇത് സാധാരണ നമുക്ക് ഡ്യൂറിങ് ദ ഓഫീസ് അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പോലും ചെയ്യാം. ഒന്ന്. അതല്ലാതെ നാഡീശുദ്ധി പ്രാണായാമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലഘു പ്രാണായാമം എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്. ഓഡിയൻസിന് വേണ്ടിയിട്ട് ഞാനത് മെല്ലെ കാണിച്ചു തരാണ്. മെല്ലെ ഇതൊരു മുദ്രയാണ്. ഇങ്ങനെ പഠിക്കണം നിർബന്ധമില്ല. ഇതിന് നാസികാ മുദ്ര എന്ന് പറയും. അതല്ലെങ്കിൽ വെറുതെ കൈ ഇങ്ങനെ ഈ തമ്പോട്ട് പിടിച്ചാലും മതി. മെല്ലെ മൂക്ക് വലതുവശം അടച്ചു പിടിച്ചതിന് ശേഷം നിവർന്നിരുന്നതിന് ശേഷം മെല്ലെ യു ഹാവ് ടു ടേക്ക് എ ലോങ് ഡീപ് ബ്രെത്ത് ത്രൂ ദ ലെഫ്റ്റ് നോസ്ട്രിൽ ദിസ് വേ. എടുത്ത് നിറഞ്ഞു കഴിയുമ്പോൾ അത് അടച്ചതിന് ശേഷം മെല്ലെ മറുവശത്തുകൂടി മെല്ലെ ശ്വാസം വിടുക. ആ വിടുന്ന മുക്കിൽ കൂടി തന്നെ വീണ്ടും ശ്വാസം വലിച്ചെടുക്കുക. ഫില്ലാവുമ്പോൾ അത് അടച്ചതിന് ശേഷം മറുവശത്തുകൂടി ശ്വാസം വിടുക. ഇതൊരു സൈക്കിളാണ്. അപ്പോൾ ഈ മൂക്കിന് നമുക്ക് ഈ 2 ഹോളും തന്നിട്ടുണ്ട്. അപ്പോൾ അത് യോഗശാസ്ത്രത്തിൽ പറയുന്നത് ലെഫ്റ്റ് നോസ്ട്രിൽ ഈസ് കണക്റ്റഡ് വിത്ത് ചന്ദ്രനാഡി, റൈറ്റ് നോസ്ട്രിൽ ഈസ് കണക്റ്റഡ് വിത്ത് സൂര്യനാഡി. ഇടത്തെ മൂക്കിൽ കൂടി തണുപ്പും ശരീരത്തിൽ, അതുപോലെ വലത്തെ മൂക്കിൽ കൂടി ചൂടുമാണ് നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ ഇടത്തെ മൂക്ക് മനസ്സായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, വലത്തെ മൂക്ക് ശരീരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മാറി മാറി ചെയ്യുന്നതിലൂടെ ശരിക്ക് മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ആ സന്തുലിതമായിട്ടുള്ള അവസ്ഥയിലേക്ക്, ഈക്വിലിബ്രിയം സ്റ്റേജിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് നല്ലതാണ്. അപ്പോൾ ഇത് ഏറ്റവും കോമൺ ആയിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പ്രാണായാമ രീതിയാണ് നാഡീശുദ്ധി പ്രാണായാമം. ഇത് ശ്വാസം പിടിച്ചു നിർത്തി ചെയ്യാറുണ്ട് കുംഭകത്തോടുകൂടി. അത് എല്ലാവർക്കും ചെയ്യണമെന്നില്ല. എടുക്കുന്നത് വിടുന്നത് ഈക്വൽ ക്വാണ്ടിറ്റി കഴിയുന്നതും ശ്രദ്ധിക്കാൻ നോക്കുക. ഇതുകൊണ്ട് തന്നെ കുറേയധികം നമുക്ക് BP ലെവൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഹാർട്ട് ബീറ്റ് വളരെയധികം നിയന്ത്രിക്കാനായിട്ട് നല്ലതാണ്. അതായത് ഹൃദയത്തിൻ്റെ പല പല തകരാറുകൾക്കും ഈ ഒരു പ്രാണായാമം കൊണ്ട് തന്നെ കുറേ ഫലം ചെയ്യാറുണ്ട്. സ്ട്രെസ്സ് കുറയ്ക്കാൻ ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാണായാമ രീതിയും കൂടിയാണിത്, നാഡീശുദ്ധി പ്രാണായാമം.
ഓക്കെ സർ, നമ്മൾ യോഗ ഒരു ഔഷധമായിട്ട് കൂടി, മരുന്നിന് പകരം ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ട് കൂടി വരുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ PCOD ഒക്കെ ഉള്ള സ്ത്രീകളുടെ കാര്യം പറഞ്ഞു, അതൊക്കെ എങ്ങനെയാണ് യോഗ കൊണ്ട് എങ്ങനെയാണ് അത് മാറുന്നത്? യോഗ ഒരു മരുന്നിന് പകരം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് പലതും പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും യോഗയിലൂടെ. അതുപോലെ തന്നെ യോഗ ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ ഭാഗമായി, ആയുഷ് ഡിപ്പാർട്ട്മെന്റിലും യോഗ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ ഇത് നമുക്ക് പല അസുഖങ്ങൾക്കും, ഈവൻ മോഡേൺ മെഡിസിന് ഇഫക്റ്റീവായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത പല അസുഖങ്ങൾക്ക് പോലും യോഗ വളരെയധികം ഫലപ്രദമായിട്ട് കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ലീഡിംഗ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റും യോഗ ആസ് എൻ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പ്രീ നാറ്റൽ യോഗ, പോസ്റ്റ് നാറ്റൽ യോഗ കെയർ കൊടുക്കുന്ന പല ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോൾ യോഗ ഇപ്പോൾ ഒരു സമാന്തര ചികിത്സാ രീതിയായി മാറിക്കഴിഞ്ഞു. യോഗയിലൂടെ വളരെ എഫക്റ്റീവായിട്ട് PCODക്കൊക്കെ നല്ല എഫക്റ്റീവായിട്ട് യോഗ കൊണ്ട് തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ട്. സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങൾക്കും, സ്ട്രെസ് ആൻസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങൾക്കും നല്ലതാണ്. ബാക്ക് പെയിൻ അടക്കമുള്ള പല പ്രശ്നങ്ങൾക്കും യോഗ വളരെയധികം ഫലപ്രദമാണ്. പെയിൻ കില്ലേഴ്സ് മാത്രം കഴിച്ച് കുറേ നാൾ സഹിച്ച് അതിനുശേഷം യോഗ ചെയ്തതിന് ശേഷം വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് മാറ്റാൻ സാധിച്ചിട്ട് അവർ വീണ്ടും ജീവിതത്തിലേക്ക് ഫുൾ പവറിൽ തിരിച്ചു വന്ന ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനെ നിരവധി അസുഖങ്ങളായിട്ട് ബന്ധപ്പെട്ട് യോഗ വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ എപ്പിലെപ്സി, ഫിറ്റ്സ് വരുന്ന രോഗമുള്ളവർക്ക് യോഗ വളരെയധികം ഫലപ്രദമാണ്. സാധാരണ മറ്റുള്ള മെഡിസിനിലൊക്കെ അതിന് 100% ക്യൂർ ഇല്ല. പക്ഷേ യോഗ ഒരു 6 മാസം ശരിയായ രീതിയിൽ ആ ഒരു പരിശീലനത്തിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 6 മാസം കൊണ്ട് തന്നെ ഒരു 90% നമുക്കത് മാറ്റാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ശരി സർ, നമുക്കിനി ഇത് ഒരുപാട് സംസാരിക്കാനുള്ള സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ താങ്കളിലേക്ക് ഉടനെ മടങ്ങിയെത്താം. നമുക്കിനി പ്രായവും യോഗയുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, എനിക്ക് ഇത്ര വയസ്സുണ്ട്, ഞാൻ ഏത് രീതിയിൽ യോഗ ചെയ്യണം, അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ലേഡീസ് മാൻ തുടരുകയാണ്. യോഗാചാര്യ LB സുരേഷ് മേനോൻ നമുക്ക് അതിഥിയായി തുടരുന്നുണ്ട്. സർ, നമ്മൾ സംസാരിച്ചത് പ്രായവും യോഗയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഏത് പ്രായത്തിലും തുടങ്ങാം. സാധാരണ ഒരു 8 വയസ്സിന് മുകളിലേക്കാണ് യോഗ തുടങ്ങാൻ പറ്റുന്നൊരു സമയം എന്ന് വെച്ചാൽ, അതായത് കുട്ടികൾക്ക് ഇത് എന്താണ് ചെയ്യണത് എന്നുള്ളൊരു സീരിയസ്നെസ് വരുന്ന രീതിയിൽ, ആ ഒരു കുട്ടിക്കളി എന്നുള്ളതിൽ എടുക്കാതെ അതിൻ്റെതായ ഗൗരവത്തോടുകൂടി എടുക്കാൻ പറ്റുന്ന ആ ഒരവസ്ഥയിൽ യോഗ പഠിക്കുന്നതിൽ തെറ്റില്ല. അതുപോലെ ഏജ്ഡ് ആയിട്ടുള്ളവർ, സീനിയർ സിറ്റിസൺസിനൊക്കെ യോഗ തുടങ്ങാം. ഓരോരുത്തരുടെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ മനസ്സിലാക്കി യോഗ പഠിക്കാവുന്നതാണ്. ഒരു യോഗാചാര്യൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ യോഗ പഠിക്കുമ്പോൾ നമ്മുടെ പ്രായത്തിൻ്റെ ആ ഒരു ഘടകം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രായമായിട്ടുള്ള ഒരു ആൾക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരു കുട്ടികൾക്ക് ചെയ്യുന്നത്. കുട്ടികൾക്ക് പൊതുവേ ഫ്ലെക്സിബിലിറ്റി കൂടുതലായിരിക്കും, അവരുടേതായ പ്രശ്നങ്ങൾ പൊതുവേ കുറവായിരിക്കും. അപ്പോൾ പ്രായമായിട്ടുള്ളവരൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവരുടേതായ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അവരുടെ ലിമിറ്റേഷൻസ്, മുമ്പോട്ട് കുനിയാനും പുറകോട്ട് വളയാനും ഒക്കെയുള്ള ആ ഒരു ഫ്ലെക്സിബിലിറ്റിയുടേത്, അവരുടേതായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരേപോലെ യോഗാസനങ്ങൾ കൊടുക്കാൻ പറ്റണമെന്നില്ല, പ്രാണായാമങ്ങളാണെങ്കിലും. അപ്പോൾ ഒരു ആചാര്യൻ മനസ്സിലാക്കേണ്ടത് ഒരു വരുന്ന വ്യക്തി എന്താണ്, ആ വ്യക്തിയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി, ശാരീരികമായിട്ടുള്ള പരിമിതികൾ മനസ്സിലാക്കി, അവരുടേതായ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കി, അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊന്ന് അറിഞ്ഞതിന് ശേഷം ആ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് പറയുകയും എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തേണ്ടതും പറഞ്ഞ് മനസ്സിലാക്കി, യോഗ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ടതായിട്ടുള്ള ആസനങ്ങൾ മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടേതായ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് യോഗ പഠിപ്പിക്കുമ്പോൾ അത് ശരിയായതിൽ അവർക്ക് ഫലം ഉണ്ടാവും. മാറ്റങ്ങൾ വളരെയധികം പെട്ടെന്ന് തന്നെ ഉണ്ടാവും, ശാരീരികമായിട്ടും മാനസികമായിട്ടും. ഈ യോഗ തെറാപ്പിയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിച്ചവരൊക്കെ കണ്ടിട്ടുണ്ട്, അവർ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ എൻ്റെ കുറേ നാൾ ഞാനിങ്ങനെ യോഗ ചെയ്തപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ടായി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏറ്റവും അത്തരത്തിൽ അങ്ങനെ ഒരു വലിയ മാറ്റം, ഒരു ചേഞ്ച് വന്നിരിക്കുന്ന രോഗങ്ങൾ അതെന്തൊക്കെയാണ്? പ്രധാനമായും സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും.
അതായത് ഒരിക്കലും മറക്കാത്ത ചില നല്ല നല്ല അനുഭവങ്ങളുണ്ട്. ഈ ഒരു ഫീൽഡിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയുടെ ഫലം നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് വി ക്യാൻ മേക്ക് ഇൻ അതേഴ്സ് ലൈഫ്, അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. പ്രത്യേകിച്ച് 18 വർഷമായിട്ട് ആസ്മാറ്റിക് ആയിട്ടുള്ളവർ, അങ്ങനെ ഒരു ലേഡി നമ്മളവിടെ യോഗയ്ക്ക് വന്നിട്ട് നല്ല മാറ്റമായി, ഇപ്പോഴും വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ചാൽ, സുരേഷ്, എനിക്ക് ഈ ശ്വാസം മുട്ട് വരുമ്പോഴത്തേക്കും ചില സമയത്തൊക്കെ മരിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ഒരാളെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചാൽ ആ ശ്വാസം കിട്ടാത്തൊരവസ്ഥയുണ്ട്. അതേപോലത്തെ ഒരു അവസ്ഥയിൽ നിന്നൂടെ കടന്നുപോയ ഒരു സമയത്താണ് യോഗ പഠിക്കാൻ വന്നത്. അപ്പോൾ യോഗ കറക്റ്റായിട്ട് ചെയ്യുകയും ഒരു 5-6 മാസം കൊണ്ട് തന്നെ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ വീട്ടിൽ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തിയും കൂടിയാണ്. അത് ഇപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വെച്ച് കാണുമ്പോൾ ഇപ്പോഴും ചെയ്യണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ശ്വാസം മുട്ട് എന്നുള്ളൊരു കാര്യത്തെ അവർ കീഴടക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പല അവസ്ഥകളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു എപ്പിലെപ്റ്റിക് ആയിട്ടുള്ളൊരു കുട്ടി, അദ്ദേഹത്തിന് പുറത്തു പോയി പഠിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഈ ഒരു അസുഖമുള്ള കാരണം പാരൻസിന് പുറത്തേക്ക് വിടാൻ ഒരു പേടിയായിരുന്നു. അപ്പോൾ ഒരു 3 മാസത്തോളം കറക്റ്റായിട്ട് യോഗ ചെയ്തു. അതിനുശേഷം ഈ EG ഒക്കെ എടുത്ത് നോക്കി, ഡോക്ടേഴ്സ് നോക്കിയതിന് ശേഷം ദേ സർട്ടിഫൈഡ്. ഇനി പെട്ടെന്നൊന്നും വരുന്നു തോന്നുന്നില്ല, അങ്ങനെയുള്ള ആ ആൽഫ വേവ്സ് ബീറ്റ വേവ്സ് ഒക്കെ നോക്കിയിട്ട് അവർ സർട്ടിഫൈ ചെയ്തു, കുഴപ്പമില്ല, നൗ യു ആർ ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷം ആ ഒരു സന്തോഷത്തിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് പുറത്തുപോയി പഠിച്ച് ഇപ്പോൾ നല്ലൊരു ഹോട്ടലിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് ഈ യോഗയിലൂടെ നമുക്കിത് മാറ്റാൻ സാധിക്കുമ്പോൾ, ഈ യോഗയുടെ ആ ഒരു ശക്തി ശരിയായ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൊരു കാര്യം തന്നെയാണ്. യോഗയ്ക്ക് കുറേയധികം നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരിൽ ചെയ്യാൻ സാധിക്കും. ഈ യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിപ്പം എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിനോടനുബന്ധിച്ച് നമ്മുടെ ജീവിത ശൈലിയിലും പല മാറ്റങ്ങളും വരുമല്ലോ സർ. പ്രത്യേകിച്ച് രാവിലെ ഉറക്കം എണീക്കാത്ത ആളുകൾ യോഗ ചെയ്യുമ്പോൾ അവർ രാവിലെ സ്വാഭാവികമായിട്ടും ഉറക്കം എണീക്കുന്ന രീതിയിലേക്ക് എത്തും. അങ്ങനെ ജീവിതത്തിൽ മൊത്തത്തിലൊരു മാറ്റം, അല്ലെങ്കിൽ ജീവിത ശൈലിയും യോഗയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു? പ്രത്യേകിച്ച് ആഹാര രീതി, അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ യോഗ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? യോഗയിൽ ഏറ്റവും കൂടുതൽ ഒരു യോഗ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യത്തെ കാര്യം വെച്ചാൽ നമ്മളെല്ലാം അതിൽ ചിട്ട വരും. അതായത് ഒരു യോഗ ഇറ്റ്സെൽഫ് ഇറ്റ്സ് എ ഡിസിപ്ലിൻ. ഒരു ദിനചര്യ കറക്റ്റായിട്ട് കൊണ്ടുപോകണമെങ്കിൽ തന്നെ കുറേയധികം മാറ്റങ്ങൾ അതിലൂടെ തന്നെ വരും. ഒന്ന്, ആ ചിട്ട നമ്മളെ കുറേയധികം നല്ല കാര്യങ്ങളിലേക്ക് നയിക്കുന്നതാണ്. ആ ഒരു ചിട്ടയായിട്ടുള്ള ജീവിതക്രമത്തിലൂടെ നമ്മുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ വളരെയധികം പോസിറ്റീവ് ആയിരിക്കും, ഉറപ്പാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഭക്ഷണത്തിലാണെങ്കിലും എല്ലാത്തിലും നിയന്ത്രണം വരും. നമുക്ക് ഒരു കോൺഷ്യസ് ആയിരിക്കും. നമ്മൾ യോഗാഭ്യാസങ്ങളും പ്രാണായാമമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഒരു സെൽഫ് അവെയർനെസ് ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിലേക്ക് ഉടലെടുക്കുകയാണ്. അതിനനുസരിച്ച് നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിലും എല്ലാത്തിലും ഒരു മിതത്വം അല്ലെങ്കിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുവാണ്. ആ നിയന്ത്രണം നമ്മുടെ ചിന്താരീതികളെ പോലും മാറ്റിമറിക്കാനായിട്ട് വളരെയധികം നല്ല രീതിയിൽ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുള്ളതാണ്. അപ്പോൾ ഓരോ യോഗ പരിശീലിക്കുന്ന രീതിയിലും ഓരോരുത്തരിലും മാറ്റങ്ങൾ മാനസികമായിട്ട് ശാരീരികമായിട്ടും വരും. ഭക്ഷണക്രമത്തിലാണെങ്കിലും അനാവശ്യമായിട്ട് കഴിക്കുക എന്നുള്ള സ്വഭാവം മാറ്റുക. അപ്പോൾ ഞാനൊക്കെ വളരെ പണ്ട് തൊട്ടേ ഒരു ഡിസിപ്ലിനാണ് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ. ഐ എം എ പ്യൂർ വെജിറ്റേറിയൻ. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുക, അതിനനുസരിച്ച് കൂടുതൽ കഴിക്കാതെ നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും ഫാറ്റ് അക്യുമുലേഷൻ വരുന്നില്ല. അതിനനുസരിച്ച് നമ്മൾ ഓരോ ഏജിൽ നമുക്ക് ഓടിച്ചാടി നടക്കാനുള്ള ആ ഒരു പ്രവണത നമുക്ക് കൂടും. നമ്മൾ ഫാറ്റി ആവും തോറും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെറിയൊരു അലസത വരുന്നുള്ളതാണ്. അപ്പോൾ ഒരു പരിധി കൂടുതൽ ഫാറ്റ് ബോഡിയിൽ അബ്സോർബ് ചെയ്യാതിരിക്കാനായിട്ട് ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ആ ഒരു ക്വാണ്ടിറ്റി, ക്വാളിറ്റി ആൻഡ് ടൈം, ഈ 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുക, സമയത്തിന് കഴിക്കുക, ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി മാത്രം കഴിക്കുക. നമുക്ക് എപ്പോഴും എന്ത് കിട്ടിയാലും കഴിക്കാമെന്നുള്ളൊരു സ്വഭാവം മനുഷ്യൻ്റെ മാത്രം ഒരു സ്വഭാവമാണ്. അതിനെ മെല്ലെ മാറ്റുക എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും താങ്കളൊരു യോഗാചാര്യനാണ്, യോഗ പഠിപ്പിക്കുന്നയാളാണ് ഇപ്പോഴും. അതുകൊണ്ട് ചോദിക്കുന്നതാണ്, ഈ കൂടുതൽ ആളുകൾ എന്തെങ്കിലും ഒരു മേഖലയിലേക്ക് തിരിയുന്നു എന്ന് കാണുമ്പോൾ അവിടെ ഫ്രോഡ്, അതായത് വ്യാജന്മാരുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഓൺലൈനായും മറ്റുമൊക്കെ യോഗ പഠിപ്പിക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. അല്ലാതെ തന്നെ യോഗ ക്ലാസ്സിന് പോയി നേരിട്ട് ചേരുന്നവരുണ്ട്. അവരോടൊക്കെ പറയാനുള്ള ഒരു ഉപദേശം എന്താണ്? അതായത് ഈ പറഞ്ഞതുപോലെ കൃത്യമായ അറിവോടെ അല്ല യോഗ ചെയ്യുന്നതെങ്കിൽ അതിന്റെ നേരെ തിരിച്ചുള്ള ഫലം നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ച് ശരീരത്തിന്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഞാനും ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ന്യൂയോർക്കുള്ളവർക്കും ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഓൺലൈനിൽ ക്ലാസ് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കണം. അതായത് നമ്മൾ ഡയറക്റ്റ് ഒരാളുടെ തൊട്ടടുത്ത് നിന്ന് പഠിപ്പിക്കുന്ന പോലെയല്ല. ഒരു യോഗ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കറക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റാണ്. എന്തൊക്കെ തെറ്റുകൾ വരുന്നു അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു യോഗാചാര്യന് സാധിക്കണം, പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ്സിൽ. പിന്നെ ഇതിൽ വ്യാജന്മാർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, സാധാരണ ഒരാൾ യോഗ പഠിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നമുള്ള ഒരാളാണ്, പ്രത്യേകിച്ച് ഒരു സ്ലിപ്പ് ഡിസ്ക് ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് ഉള്ള ഒരു പേഷ്യൻ്റാണ് യോഗ പഠിക്കാൻ പോകുന്നതെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയണമെന്ന് മാത്രം. അപ്പോൾ അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം അത്ര എക്സ്പേർട്ട് അല്ല, എങ്ങനെയെങ്കിലും പഠിച്ചിട്ടുള്ള ഒരാളുടെ കീഴിലാണ് പോകണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത ചില ആസനങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വേദന ഡബിൾ ആവുകയാണ്. വേദന കൂടുമ്പോൾ പിന്നെ യോഗ എന്ന് പറഞ്ഞാൽ ഇത് നല്ലതല്ല, ഇത് ശരിയായ രീതിയിലല്ല, യോഗ തെറാപ്പി എന്നൊരു സംഗതി ശരിയല്ല എന്നൊരു തോന്നൽ വരുമ്പോൾ യോഗയ്ക്ക് തന്നെ അത് വലിയൊരു ചീത്തപ്പേരാണ്. അപ്പോൾ ശരിയായ രീതിയിലുള്ള യോഗ പഠിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം, ആചാര്യന്മാരുടെ അടുത്ത് മാത്രമേ ചികിത്സ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളായിട്ടുള്ള ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുക. അല്ലാതെ കോമൺ ആയിട്ടൊരു എക്സർസൈസ് ഫോം എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകിച്ചൊന്നും കുഴപ്പമുണ്ടാവണമെന്നില്ല. പക്ഷേ ഓരോരുത്തരുടെ ശരീരപ്രകൃതി മനസ്സിലാക്കി പഠിപ്പിക്കാൻ പറ്റുന്നൊരു ആചാര്യനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു യോഗാചാരം വളരെയധികം പ്രധാനമാണ് പഠിക്കാൻ വേണ്ടി. നമ്മൾ എവിടെയെങ്കിലും നോക്കി യോഗ പഠിക്കാൻ വെച്ചാൽ ശരിയാവണമെന്നില്ല. ഇപ്പോൾ യൂട്യൂബൊക്കെ നോക്കി യോഗ പഠിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളത് കാണുന്നു, അത് എനിക്ക് യോജിച്ച യോഗാസനമാണോ, ഞാനിത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നറിയാതെ അത് നമ്മൾ ചെയ്യുന്നു. ചിലപ്പോൾ അതിൻ്റെ ദോഷവശങ്ങളായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഒരു ഗുരുമുഖത്ത് തന്നെ ക്രമങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴോ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ അതിനൊരു യോഗ ഗുരു നിർബന്ധമാണ്. അപ്പോൾ ഇത് പഠിക്കേണ്ട ആ ഒരു രീതി എന്ന് വെച്ചാൽ ശരിയായ രീതിയിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് തന്നെ പഠിച്ചെടുക്കുക. ചികിത്സയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. തീർച്ചയായും അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിനും ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിനും വളരെയധികം നന്ദി. താങ്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. മലപ്പുറം കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് തീയിട്ടു. കീഴാറ്റൂർ സ്വദേശി മുജീബ് റഹ്മാനാണ് ഓഫീസിന് തീയിട്ടത്. ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അക്രമമെന്ന സൂചന. മുജീബിനെ പോലീസ് പിടികൂടി. പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിങ്ങൾ എന്തെങ്കിലും എടുക്കണ്ടോ? ഇവിടെ എത്രയും വട്ടം ഞാൻ വന്നു ഞങ്ങളുടെ അധികാരം കുറിച്ചായിരുന്നു. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, ജീവനക്കാർ പലതവണ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അയാൾ
പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എത്രത്തോളം വലിയ തീപിടുത്തമായിരുന്നു? ഫയലുകളൊക്കെ നശിച്ചോ? അശ്വതി, ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കീഴാറ്റൂർ പഞ്ചായത്ത് ഓഫീസിൽ ഈ സംഭവം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് ലഭ്യമായ വിവരങ്ങൾ, അറിയാൻ സാധിച്ച വിവരങ്ങൾ ഇപ്രകാരമാണ്. മുജീബ് റഹ്മാൻ കീഴാറ്റൂർ പഞ്ചായത്തിലെ 8ാം വാർഡിലെ താമസക്കാരനാണ് ഈ തീ കത്തിച്ച ആൾ. അയാളുടെ പേര് മുജീബ് റഹ്മാൻ എന്നാണ്. ഇയാൾ ലൈഫ് ഭവന പദ്ധതി പ്രകാരം അപേക്ഷ നൽകിയിരുന്നു. ഇയാളുടെ റാങ്ക് 94 ആയിരുന്നു. ആദ്യ 50 റാങ്കിൽപ്പെട്ടവർക്ക് വീട് നൽകാൻ പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇയാൾക്ക് വീട് ആദ്യഘട്ടത്തിൽ ലഭിക്കില്ല എന്ന് ഉറപ്പായപ്പോൾ തന്നെ ഇയാൾ പ്രതിഷേധം അറിയിച്ചിരുന്നു. തുടർന്ന് 2ാം ഘട്ടത്തിലെ തനിക്ക് വീട് ലഭിക്കൂ എന്ന നിർദ്ദേശം ഇയാൾ അവഗണിക്കുകയും ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുകയും പഞ്ചായത്ത് മെമ്പറോടും സെക്രട്ടറിയോടൊക്കെ പരാതി പറയുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ പഞ്ചായത്ത് ഓഫീസിലെത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയിരിക്കുന്നത്. ഈ രേഖകളൊക്കെ, അതായത് പഞ്ചായത്ത് ഓഫീസിലുണ്ടായിരുന്ന രേഖകളെല്ലാം തന്നെ കത്തി നശിച്ചതായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം ഇയാൾക്ക് കയ്യിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇയാളെ കയ്യിൽ മുറിവുണ്ട്. ഇയാളെ കയ്യിന് പൊള്ളലേറ്റിരുന്നു. ഇയാളെ ഉടൻ തന്നെ മേലാറ്റൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പെരിന്തൽമണ്ണ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി ഇപ്പോൾ തിരിച്ച് മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇയാളുടെ ആരോഗ്യനില ഇപ്പോൾ അപകടകരമായ അവസ്ഥയിലല്ല. പക്ഷെ പഞ്ചായത്ത് ഓഫീസിലെ ഫയലുകൾ ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ച ഒരു നിലയാണ്. ഫയലുകൾക്ക് പുറമെ കമ്പ്യൂട്ടറും മറ്റു ഉപകരണങ്ങളും ഒക്കെ തന്നെ ഈ ഒരു സംഭവത്തിൽ നശിച്ചു പോയിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതരുമായി സംസാരിച്ചപ്പോൾ ഈ ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് ലഭിക്കാത്തതിന്റെ പ്രതിഷേധത്തെ തുടർന്നാണ് ഇയാൾ ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല നമുക്കൊപ്പം ചേരുകയാണ്. മാഡം, എന്താണ് അവിടെ സംഭവിച്ചത്? ഈ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് തീയിട്ടത് എപ്പോഴായിരുന്നു? എന്താണ് സംഭവിച്ചത്? അത് ഒരു മണി 1:30 സമയത്താണ്. ഞങ്ങൾ PHCയിൽ ഒരു മീറ്റിംഗിലായിരുന്നു. അപ്പോഴാണ് ഇവിടുന്ന് സ്റ്റാഫ് വിളിച്ചത്, ഇങ്ങനെ തീയിട്ടിട്ടുണ്ട് എന്നാണ്. അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ ഓടി വന്നു. ഞങ്ങളുടെ ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര്, മെമ്പർമാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്നപ്പോ ഓഫീസിന്റെ ഉള്ളിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആകെ പുകയിൽ മൂടി നിൽക്കുകയാണ്. പിന്നെ ഫയർഫോഴ്സ് വിളിച്ചു. ഫയർഫോഴ്സ് വന്നു, അതുപോലെ പോലീസ് വന്നു. അപ്പോ ഫയർഫോഴ്സ് വന്ന് തീയൊക്കെ അണച്ചു. അതിന്റെ ഉള്ളിൽ നിന്നും തീ ഇട്ട ആളെ പിടിച്ചു. അതിന്റെ ഒരു ബാത്റൂമില്, സെക്രട്ടറിന്റെ ഒരു ബാത്റൂമിൽ ഒളിച്ചിരിക്കുന്നു. അതിനെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഈ മുജീബ് റഹ്മാനെ താങ്കൾക്ക് അറിയാമോ? മുജീബ് റഹ്മാനെ കണ്ടിട്ടുണ്ട്. കീഴാറ്റൂരുള്ള സ്വദേശി തന്നെയാണ്. അവരെ അങ്ങനെ വലിയ അസുഖമൊന്നും ഉള്ള ആളൊന്നും അല്ല. എന്താണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്? എന്താണ് ഇയാൾ എന്ത് പറഞ്ഞാണ് തീയിട്ടത്? നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അത് എന്താന്നുള്ളത് ഇനി അറിയില്ല. നമുക്ക് പോലീസ് പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇനി അവരെ മൊഴി എന്താന്നുള്ളത് നമുക്ക് അറിയട്ടെ, എന്നിട്ട് വ്യക്തമായി നമുക്ക് പറയാം. അല്ല, ഈ മുജീബ് റഹ്മാനെ അറിയാമോ? അയാളുടെ കുടുംബ സാഹചര്യം ഒക്കെ എന്താണെന്ന് അറിയാമോ? കുടുംബ സാഹചര്യം എന്ന് പറഞ്ഞാൽ അയാൾ ആരോഗ്യമുള്ള ഒരാളാണ്. പിന്നെ ഇപ്പോ അവര് സാമ്പത്തികവും കാര്യങ്ങളും മോശം തന്നെയാണ് എന്നൊക്കെ അറിയാം. പിന്നെ അയാളെ ജോലി പിന്നെ എന്താന്നുള്ളത് എനിക്കറിയില്ല. ഈ നേരത്തെ ഇയാൾ വന്ന് കണ്ടിരുന്നോ? മാഡത്തിനൊക്കെ കണ്ടിരുന്നോ? അല്ല, എന്നെ കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ എല്ലാരും പറയുന്നുണ്ട്. ഞാന് പിന്നെ ഇവിടെ ഓരോ മീറ്റിംഗിലൊക്കെ ആയിരുന്നു. ഇതും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് വ്യക്തമായി ഇനി എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പോലീസിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ആ മൊഴി എന്താന്നുള്ളത് അറിഞ്ഞെങ്കിലേ പറ്റുള്ളൂ. അതെ, തീർച്ചയായിട്ടും അതങ്ങനെയാണ്. പക്ഷെ ജമീല മാം, ഞങ്ങളുടെ ഈ വീഡിയോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതില് അദ്ദേഹം പറയുന്നത് ഈ ലൈഫ് ഭവന പദ്ധതിയിൽ അദ്ദേഹത്തിന് വീട് തരാമെന്ന് പറഞ്ഞ് കിട്ടിയില്ല, അതുകൊണ്ട് അതിൽ പ്രതിഷേധിച്ചാണ് കത്തിക്കുന്നതെന്ന് പറഞ്ഞ് ഒഴിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കുണ്ട്. അതെ, അവര് തന്നെ പറയണ്ടോ? ഇതിന്റെ പുള്ളി പറയണ്ടോ? പുള്ളി അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞ് കത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്, ഈ പെട്രോൾ ഒഴിക്കുന്നതൊക്കെ. അതെ, എന്നാ അത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം സ്റ്റേഷനിക്ക് പോയി സെക്രട്ടറി, അതുപോലെ വൈസ് പ്രസിഡന്റ് ഇവിടെ എല്ലാരും പോയിട്ടുണ്ട്. ഇനി അയാളെ മൊഴി എന്താ എന്നുള്ളത് അറിയാതെ നമുക്ക് ഒന്നും പറയാൻ പറ്റൂല. അല്ല, അദ്ദേഹം വന്ന് താങ്കളെ കണ്ടിട്ടില്ല ഇങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെന്നൊക്കെ പറഞ്ഞ്? അല്ല, എന്നെ കണ്ടിട്ടില്ല. വാർഡ് മെമ്പർ എന്നുള്ളതാണല്ലോ. ഞാൻ പ്രസിഡന്റ് എപ്പോഴും എന്തെങ്കിലും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാത്തതുകൊണ്ടായിരിക്കാം. അപ്പോ എന്നെ കണ്ടിട്ടുണ്ടായില്ല. ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് താങ്കൾ അറിഞ്ഞിരുന്നോ? അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് അറിഞ്ഞിരുന്നോ? ഇല്ല, എന്നെ കണ്ടിട്ടില്ലേ. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. താങ്കളെ ആരും താങ്കൾക്ക് റിപ്പോർട്ടും ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്നൊന്നും? ഇല്ല, അവര് ഇപ്പൊ ഇവിടെ പലരും പറയുന്നത് കേട്ടാണ് പഞ്ചായത്ത് ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. നമുക്ക് ശരിയായ വിവരമൊന്നും ഇനി അവര് വരാതെ ഒന്നും പറയാൻ പറ്റില്ല. താങ്കളിപ്പോൾ എവിടെയാണുള്ളത്?
ഞങ്ങൾ ഇവിടെ പഞ്ചായത്ത് ഓഫീസിലുണ്ട്, ഇവിടെ എല്ലാവരും ഉണ്ട്. ഫയലുകളൊക്കെ നശിച്ചോ പൂർണ്ണമായിട്ടും? ഫയലും കമ്പ്യൂട്ടർ എല്ലാം കത്തിച്ചു, ഒക്കെ കത്തിപ്പോയി. ഇയാളെ പിടിച്ചു മാറ്റാനൊന്നും ആ സമയത്ത് പറ്റിയില്ല? അവിടെ ഉണ്ടായിരുന്നവരെന്താ പറഞ്ഞു? എല്ലാരും അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു, പുറത്തേക്ക് ഇറങ്ങി. ഇയാള് ഒരു ബാത്റൂമിന്റെ ഉള്ളിലും പോയി ഒളിച്ചിരുന്നിക്കാണ്. ഈ പെട്രോളുമായിട്ട് ഒരാൾ വന്നിട്ട് അവിടെ തടയാനൊന്നും ആരും ഉണ്ടായില്ലെന്നാണ്? ഞാൻ കണ്ടിട്ടില്ല. എല്ലാരും ഊണ് കഴിക്കുന്ന സമയത്താണ്, എല്ലാരും സ്റ്റാഫ് റൂമിലൊക്കെ സമയത്ത് എല്ലാരും പുറത്തു ഭക്ഷണം കഴിക്കുന്ന സമയത്താണ്. അപ്പൊ ആരും കണ്ടില്ല. ഈ അറസ്റ്റ് വല്ലതും രേഖപ്പെടുത്തിയോന്നോ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞോ? പിന്നെ സെക്രട്ടറി മീറ്റിംഗിലായിരുന്നു, മലപ്പുറത്ത് മീറ്റിംഗിലായിരുന്നു, ഞാനിവിടെ PTCയിൽ മീറ്റിംഗിലായിരുന്നു. അപ്പൊ അങ്ങനെ ആരും പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്താണ്. മാഡം, പഞ്ചായത്ത് ഓഫീസ് ആകുമ്പോൾ ഒരുപാട് ആളുകളുടെ അപേക്ഷകളും അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കാരണം അതിന്റെ ഉള്ളില് ആകെ കത്തിക്കരിഞ്ഞ് കിടക്കുകയാണ്. ഈ പുറത്തിരുന്ന ഫയലുകളെല്ലാം കത്തിയിട്ടുണ്ടല്ലേ? അതെ അതെ അതെ. കമ്പ്യൂട്ടറുകൾക്ക് നഷ്ടമുണ്ട്? അതെ അതെ, നഷ്ടമുണ്ട്. ഓ ശരി ശരി. ശരി ശരി ശരി. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചത്. ജമീല, പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മളോട് സംസാരിച്ചത്. കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിനാണ് മുജീബ് എന്നയാൾ തീയിട്ടത്. അയാൾക്ക് പരിക്കുണ്ട്, പൊള്ളലേറ്റിട്ടുണ്ട്. അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്തായാലും ആ സമയത്ത് പഞ്ചായത്ത് ഓഫീസിൽ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ 2 സ്ത്രീകളെ ആണ് കാണുന്നത്. ഈ അക്രമകാരി അല്ലാതെ 2 സ്ത്രീകളെയും ഒരു പുരുഷനെയുമാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും അധികം ആളുകൾ ഉണ്ടായില്ല. ഉച്ച സമയത്താണ്, എല്ലാവരും ഊണ് കഴിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് തടയാനും കഴിഞ്ഞില്ല. എന്തായാലും നിരവധി ഫയലുകളും രേഖകളും ഒക്കെ കത്തി നശിച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5460 രൂപ, പവന് 43,680 രൂപ, വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോയ്ക്ക് 78,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3522 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.